ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിയൽ തയ്യാറാക്കുന്നതാണ് കേട്ടോ. അവിയൽ എന്നൊക്കെ പറയും. നിങ്ങൾ എന്താ പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. ഞാനിവിടെ പച്ചക്കറികൾ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഓവറായിട്ട് നീളം കൂടി പോകാനും പാടില്ല, ഇന്ന് പറ്റ് കുറയാനും പാടില്ല. ഈ ഒരു സൈസിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. പിന്നെ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ, ഇഷ്ടമില്ലാത്ത ഒഴിവാക്കാം. ഞാനിതിൽ കുറച്ച് ഐറ്റം എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ്, മുരിങ്ങക്ക, അതുപോലെ വെള്ളരി, മത്തന്, കൈപ്പക്ക, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് ചേർക്കരുത് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു 4 പച്ചമുളക് നടുമുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് കേട്ടോ വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉപ്പ് ഏറാനായിട്ട് പാടില്ല. നമുക്കിതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ടത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിൻ്റെ തേങ്ങ മിക്സ് ആക്കുമ്പോൾ അതിലും കൂടെ കുറച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളകും പൊടിയാണ്. ഇത്രയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. വേറെ മസാലകളൊന്നും നമ്മളിതിൽ ചേർക്കില്ല കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മൾ അത്രയും പച്ചക്കറി കാണിച്ചില്ല, അതിലേക്ക് ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 5-8 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം കേട്ടോ. ജീരകം കൂടി പോകാനായിട്ട് പാടില്ല, അളവിനനുസരിച്ച് മാത്രം എടുക്കുക. നിങ്ങൾ കൂടുതലാണോ കുറവാണോ എടുക്കണം അതിനനുസരിച്ച് മാത്രം എടുക്കുക കേട്ടോ. ഞാനിത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ചമ്മന്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരക്കില്ല കറിക്ക്, അങ്ങനെ ഒന്നും അരച്ചെടുക്കരുത് കേട്ടോ ഒരിക്കലും. നമ്മൾ ചമ്മന്തി പൊടിക്കില്ല, അതുപോലെ വേണം നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുക്കറിലാണ് അവിയൽ തയ്യാറാക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിളൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3 ടേബിൾ സ്പൂൺ മാത്രം ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അതിൽ കൂടാനായിട്ട് പാടില്ല കേട്ടോ. ഇതന്നെ നമുക്ക് കൂടുതലാകും. എന്നിട്ട് നമ്മൾ കൈ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര് വേണം എടുക്കാനായിട്ട്. നല്ല ലൂസായിട്ട് വെള്ളം കൂടിപ്പോയ തൈരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. ഒരുപാട് വെള്ളം കൂടി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനത്തെ തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ കട്ട തൈരായ കാരണം അത്യാവശ്യം എടുത്തിട്ടുണ്ട്. അത്രയും പച്ചക്കറികൾക്ക് ഞാൻ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ചമ്മന്തിയാക്കി വെച്ചോന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കുമ്പോൾ നമ്മൾ ഉടയാതെ വേണം മിക്സാക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയാണ് കേട്ടോ. ഇത് തീ പറ്റ കുറച്ച് വെക്കണം. അതിന് ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടുമാണ് ഇതിൽ രഹസ്യക്കൂട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും പണിയുള്ളൂ. നമുക്ക് ആകെ ഒരു 15 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അവിയൽ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിലോളും കൂടെ കൊടുക്കണം കേട്ടോ.